ധർമ്മടം മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി കെ രഞ്ജിത്തിന്റെ റോഡ് ഷോയ്ക്ക് ചക്കരക്കല്ലിൽ തുടക്കമായി കഴിഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം എൻഡിഎ കാഴ്ചവെച്ചത്. ഇപ്പോൾ കെ രഞ്ജിത്തിന്റെ ധർമ്മടം മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി കെ രഞ്ജിത്തിന്റെ റോഡ് ഷോ എങ്ങനെ പുരോഗമിക്കുന്നു? കെ പി, നമുക്കറിയാം ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തവണയും മത്സരിക്കുന്ന മണ്ഡലമാണ്. ഇത്തവണ മുഖ്യമന്ത്രിക്ക് എതിരാളിയായി ധർമ്മടം മണ്ഡലത്തിൽ എൻഡിഎ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് BJP-യുടെ സംസ്ഥാന സെക്രട്ടറിയായ കെ രഞ്ജിത്താണ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം? എങ്ങനെയുണ്ട്? നല്ല തുടക്കമാണ്. കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തെ പടുകുഴിയിലെത്തിച്ച ഒരു മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഞാൻ ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനം ഭരിച്ച് ഈ കേരളത്തെയും പ്രത്യേകിച്ച് ഈ മണ്ഡലത്തെയും ഒരു വികസനത്തിൻ്റെ മുരടിപ്പിലേക്ക് എത്തിച്ച ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ജനരോഷം ഈ മണ്ഡലത്തിൽ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു മാറ്റം ഇത്തവണ ഈ മണ്ഡലത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ധർമ്മടം മണ്ഡലത്തെ സംബന്ധിച്ച് വോട്ട് ഷെയർ BJP-യുടെ ഉയരാറുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വലിയ മുന്നേറ്റം ധർമ്മടം മണ്ഡലത്തിൽ നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായൊരു പ്രകടനം അല്ലെങ്കിൽ വിജയിച്ച് കയറാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ തന്നെയാണോ സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ? തീർച്ചയായും. കഴിഞ്ഞ 2016 കിട്ടിയ ഭൂരിപക്ഷമായിരുന്നില്ല 2021 മുഖ്യമന്ത്രി കിട്ടിയിരിക്കുന്നത്. ഭൂരിപക്ഷത്തിൽ വലിയ വ്യത്യാസം കാണുന്നുണ്ട്. താഴെയാണ് വോട്ട്. ഇത്തവണയും മുഖ്യമന്ത്രിക്ക് ഇവിടുന്ന് വിജയിച്ചു പോകാൻ സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് വലിയൊരു മാറ്റം ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായി ഈ മണ്ഡലത്തിലുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് ഈ മണ്ഡലത്തിൽ ദേശീയ ജനാധിപത്യ സഖ്യം ഒരു മെഗാ അദാലത്ത് സംഘടിപ്പിച്ചത്. ആ മെഗാ അദാലത്തിൽ ഏകദേശം 3700ഓളം അപേക്ഷകൾ, പരാതികൾ അവിടെ ഉണ്ടായി. അതിലൊരു 3000ഓളം പരാതികളും ഏകദേശം 70% പരാതികളും ഈ മണ്ഡലത്തിലുള്ളതാണ്. കാരണം ഈ മണ്ഡലത്തിലെ കുടിവെള്ളമില്ലാത്ത, റോഡില്ലാത്ത ആളുകളുടെ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളായ ആളുകളുടെ വിഷയങ്ങൾ, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഈ മണ്ഡലത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ മെഗാ അദാലത്തിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇവിടെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വികസനമില്ലാത്തതാണ് നമുക്ക് അദാലത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഒരു വികസനവും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ കാണുന്നില്ല നമ്മൾ. കാരണം അത് അദാലത്തിൽ നമ്മൾ കണ്ടതാണ്. റോഡില്ലാത്ത ആളുകൾ, അതായത് ജീവിത ഉപാധിയില്ലാത്ത ആളുകൾ, ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ആളുകൾ, കുടിവെള്ളമില്ലാത്ത ആളുകൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുമായി ഈ അദാലത്ത് നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും വികസനം എത്തിക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു മുഖ്യമന്ത്രി, ആ ഒരു വികാരം, ആ ഒരു ജനവികാരം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്നാണ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചു. തൊട്ട് പിറകെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ പ്രചാരണത്തിന് ഇറങ്ങാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വളരെ ചുരുങ്ങിയ ദിവസം മാത്രമേ ഇതിന് മുന്നിലുള്ളൂ. ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരെയും കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവരെയും നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ ഈ മണ്ഡലത്തിൽ ഓടിച്ചാടി നടന്ന് അവസാനത്തെ വോട്ടറെയും നേരിൽ കാണുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ് ഞാൻ മുൻതൂക്കം കൊടുക്കുന്നത്. പരമാവധി സ്ഥലങ്ങളിൽ നമ്മുടെ പ്രവർത്തകന്മാരും എനിക്കും സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എനിക്കും എത്താൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതായത് ധർമ്മടം മണ്ഡലത്തിൽ BJP ഇത്തവണ ചരിത്രം കുറിക്കും. മാറാത്തതും മാറും, ധർമ്മടവും മാറും. ധർമ്മടവും വികസനത്തിലെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ ധർമ്മടത്തെയും മാറ്റും. ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു വിധിയായിരിക്കും ഈ ധർമ്മടത്തിൽ ഉണ്ടാവുക. എന്തായാലും ഞാൻ ജയിക്കും എന്ന വിശ്വാസം എനിക്കുണ്ട്. ആശംസകൾ നേരുന്നു. ഏതായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് NDA സ്ഥാനാർത്ഥി കെ രഞ്ജിത്ത്. വലിയ മുന്നേറ്റം ധർമ്മടം മണ്ഡലത്തിൽ ഉണ്ടാക്കാനും സാധിക്കുമെന്നൊരു പ്രതീക്ഷ കൂടിയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. KP മിഥുൻ, ഒപ്പം തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ് ധർമ്മടം. അവിടെ വികസനത്തിന്റെ യാതൊരു കാഴ്ചകളും കാണാൻ സാധിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യുള്ള
ജനങ്ങളുടെയും അഭിപ്രായം അത് തന്നെയാണ്. ശക്തനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇക്കുറി NDA രംഗത്തിറക്കിയിരിക്കുന്നത്. കെ രഞ്ജിത്ത് കണ്ണൂരിൻ്റെ BJPയുടെ മുഖം തന്നെയാണ്, ഇന്ത്യയുടെ മുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇടതുപക്ഷ നിരയിൽ, പ്രത്യേകിച്ച് പ്രവർത്തകർക്കിടയിൽ, നേതാക്കൾക്കിടയിൽ പോലും ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളതല്ലേ? തീർച്ചയായും ഏതാണ്ട് 40 വർഷത്തിലേറെയായി കണ്ണൂർ മണ്ഡലത്തിൽ അല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് NDAയുടെ സ്ഥാനാർത്ഥിയായ കെ രഞ്ജിത്ത്. ആ ഒരു പ്രവർത്തനം തന്നെ ഇത്തവണ മുതൽക്കൂട്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം നമ്മോട് പങ്കുവച്ചത്. നമുക്കറിയാം 2 ടേമിലേറെ കണ്ണൂർ ജില്ലയിൽ ഇവിടെ ജില്ലാ പ്രസിഡന്റായി ചുമതല വഹിച്ചിരുന്ന ഒരാൾ കൂടിയാണ് കെ രഞ്ജിത്ത്. അത്തരത്തിൽ ജില്ലയുടെ ഭൂരിഭാഗം മേഖലകളിലും നേതാക്കന്മാരുമായിട്ടും പ്രവർത്തകന്മാരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട്. അതൊക്കെ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ കൂടി അദ്ദേഹത്തിനുണ്ട്. ആ ഒരു കാര്യം കൂടി നമുക്ക് ചോദിച്ചു നോക്കാം. ഇവിടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി രണ്ടിടവുമായിട്ട് ജില്ലാ പ്രസിഡന്റായിരുന്നു. അപ്പം ഇവിടുത്തെ ജില്ലയുടെ മുഖ്യം അറിയുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഒരു മണ്ഡലത്തിൽ എല്ലാ സ്ഥലത്തും പരിചയങ്ങളുണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായും എനിക്ക് ഈ മണ്ഡലം കൈവെള്ളയിലെ വരകൾ പോലെയാണ്. ഞാൻ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയ സമയത്തും ജില്ലാ പ്രസിഡന്റായ സമയത്തും ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ സംഘർഷം നടന്ന ഒരു ജില്ല കൂടിയാണ് ഈ കണ്ണൂർ ജില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഏകദേശം 19ഓളം ബലിദാനികളുള്ള മണ്ഡലം കൂടിയാണ് ഈ മണ്ഡലം. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവർത്തകന്മാർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഓടിയെത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അക്രമത്തെയും ഭീഷണിയെയും തൃണവൽഗണിച്ചുകൊണ്ട് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ കുങ്കുമഹരിത പതാക പാറിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഇവിടെയുള്ള പ്രവർത്തകന്മാർ എന്നോടുകൂടി രാത്രിയും പകലും എന്ന രീതിയിൽ മുഴുവൻ പ്രവർത്തകന്മാർ എൻ്റെ കൂടെ ഇറങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ കാണുന്ന സമയത്തേക്ക് മനസ്സിലാവും. അതിലും അതുതന്നെയാണ് KP അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യം. ഇവിടെ ദീർഘകാലം സംഘടനാ ചുമതലയുണ്ടായിരുന്ന ആളെന്ന നിലയിൽ വലിയ ആളുകളുമായി ബന്ധമുണ്ട്. ആ ബന്ധമൊക്കെ തന്നെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. KP ധർമ്മടം മണ്ഡലം NDA സ്ഥാനാർത്ഥി കെ രഞ്ജിത്തിന്റെ റോഡ് ഷോ ചക്കരക്കല്ലിൽ പുരോഗമിക്കുകയാണ്. മിഥുൻ പിള്ളയാണ് വിശദാംശങ്ങൾ നൽകിയത്.